ഒരു നാടാകെ കാത്തിരുന്ന കല്യാണം. വരൻ സൂര്യ, വധു മിത്ര. എന്നാൽ ഈ കതിർമണ്ഡപത്തിന് മറ്റു ചില ലക്ഷ്യങ്ങളുണ്ട്. ആരും മറക്കില്ല ഈ കല്യാണ ദിവസം. കാണാൻ കാത്തിരിക്കുക. സ്വയംവര പന്തൽ എല്ലാ ദിവസവും രാത്രി 8 മണിക്ക്. ഈ കുടുംബം നോക്കി നടത്താനൊക്കെ എനിക്ക് പറ്റുവച്ച. അയ്യോ, ഞാൻ ജീവിച്ചിരിക്കുമ്പോ അത് വേണ്ട. എനിക്ക് എന്റെ സ്വന്തം നെറ്റിയിലെ വേർപ്പുണ്ട് അന്നെ ഉരുട്ടി കഴിക്കുന്നതാ ഇഷ്ടം. ഞാൻ മീൻ കുഞ്ഞുങ്ങളെ വളർത്താൻ തുടങ്ങുമ്പോ അതിനകത്ത് നഞ്ച് കലർത്താൻ വരാതിരുന്നാ മതി. ആ, കുടിവെള്ളത്തിൽ വിഷം കലക്കാൻ മടിയില്ലാത്തവനോടാ പറയുന്നേ. ഒരു പട്ടാളക്കാരന്റെ മകനായിട്ടും പണ്ടേ സിദ്ധുവിന്റെ രീതികളൊക്കെ ഇങ്ങനെ തന്നെയാണോ? അതിന് പട്ടാളത്തിൽ പോയതും അച്ചടക്കം പഠിച്ചതൊക്കെ അച്ഛനല്ലേ? അല്ല, ഇതിപ്പോ ഒരു ആഗോള പ്രശ്നമാക്കേണ്ട കാര്യം എന്താ? കുഞ്ഞളിയന് 1-2 ദിവസം വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്നു. അത് കുഞ്ഞളിയന്റെ വ്യക്തിപരമായ സ്വാതന്ത്ര്യമല്ലേ? ഞാനും നീ മാത്രമുള്ളപ്പോ എന്നെ ഭരിക്കാനും തർക്കിക്കാനും വരുന്നത് പോലെ ആയിരിക്കില്ല പുറത്തുള്ളവരുടെ മുന്നിൽ വെച്ച് നീ അതിന് ശ്രമിക്കുന്നത്. മുഖം അടച്ചൊന്ന് കിട്ടിയെന്ന് വരും. അച്ഛനിരിക്കുന്നത് പോലും ഞാൻ ചിന്തിക്കത്തില്ല. ഇതിപ്പോ ഒരു വീട്ടുവഴക്കാക്കാതെ സിദ്ധുവിനെ എങ്ങനെയെങ്കിലും തിരിച്ചു കൊണ്ടുവരണം. അതല്ലേ ഇപ്പൊ അത്യാവശ്യം. വയ്യാത്തൊരാളല്ലേ സിദ്ധു. അവനങ്ങനെ വയ്യാകയൊന്നുമില്ല. ഒരു ഓർഗൻ ട്രാൻസ്പ്ലാന്റ് ചെയ്തെന്ന് വെച്ച് മാറാരോഗമൊന്നുമല്ലല്ലോ. ഇന്നത്തെ കാലത്ത് അത് പുതിയൊരു സംഭവമൊന്നുമല്ല. അതെ, ഞാനെന്തായാലും പുറത്ത് ഹോട്ടൽ റൂം ബുക്ക് ചെയ്തിട്ടുണ്ട്. സിദ്ധു വന്നതിന് ശേഷമേ ഞാൻ പോകുന്നുള്ളൂ. എന്റെ മകളുടെ സങ്കടം എന്റെ ഈ സങ്കടമല്ലേ? അതുകൊണ്ട് എനിക്ക് ഇടപെട്ടാലേ പറ്റൂ. ആരൊക്കെ ഇടപെട്ടാലും നിന്നാലും തീരുമാനങ്ങളൊക്കെ കുഞ്ഞളി എന്നതാണ്. അളിയൻ വന്നിട്ട് വേണ്ടതെന്നാന്ന് വെച്ചാൽ തീരുമാനിക്കും. അതിൽ അഭിപ്രായം പറയേണ്ട കാര്യം പോലും മറ്റുള്ളവർക്കില്ല. അതൊക്കെ വേണ്ടപ്പെട്ടവര് തീരുമാനിക്കും, അല്ലാതെ അവന്റെ ഇഷ്ടത്തിനൊന്നും വിടാൻ പറ്റത്തില്ല. ഞാൻ നിന്നോട് നേരത്തെ പറഞ്ഞു വായടച്ച് മാറി നിൽക്കാൻ. ഇനി നീ അടിപൊട്ടിക്കഴിഞ്ഞാൽ അറിയൂ. അല്ലച്ച, ഈ പ്രശ്നം ഉണ്ടാക്കിയതിനും അത് ഇവിടെ വരെ എത്തിച്ചതിനും ഇവൾക്ക് നല്ല പങ്കുണ്ട്. അത് അച്ഛൻ അറിയാലോ. ഞാൻ നേരത്തെ മുന്നറിയിപ്പ് തന്നിരുന്നതല്ലേ. എന്തായാലും സിദ്ധു വരട്ടെ. കാര്യങ്ങൾക്കൊക്കെ ഒരു തീരുമാനം ഉണ്ടാക്കിയിട്ടേ ഞാൻ പോകുന്നുള്ളൂ. അല്ലെങ്കിൽ പിന്നെ എന്റെ മോള് പറയണം. ഇവൾ എന്റെ കൂടെ വന്നാൽ ഞാൻ തിരിച്ചു പോവാം. ഇല്ലച്ച, ഞാൻ വരത്തില്ല. ഇതിപ്പോ എന്റെ ഒരു വാശിയ. വാശിക്ക് പിന്നെ നിനക്ക് പണ്ടേ കുറവൊന്നുമില്ലല്ലോ. അച്ഛൻ വന്നേ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. മാ അച്ഛാ. മോളെ, അച്ഛാ, വേറെ എല്ലാരും നിന്നോണ്ട് ചോദിക്കാഞ്ഞതാ. മോള് സിദ്ധുവിനെ കണ്ടായിരുന്നോ? കണ്ടു അച്ഛാ. നിരഞ്ജൻ സാർ തന്ന മരുന്നുകളൊക്കെ ഞാൻ കൊടുക്കുകയും ചെയ്തു. നന്നായി. ഒറ്റയ്ക്കൊരു ഫാം ഹൗസിലാ സിദ്ധുവിന്റെ താമസം. വീട്ടുകാർക്ക് ആർക്കും അറിയത്തില്ലല്ലോ സിദ്ധുവോടാന്ന്. ഇല്ല. മോള് ഇവിടെ ആരോടൊന്നും പറയാൻ നിൽക്കണ്ട. നമ്മൾ രണ്ടുപേരും മാത്രം അറിഞ്ഞാൽ മതി. സിദ്ധുവിന്റെ വീട്ടുകാരുമായിട്ട് സംസാരിക്കണമെങ്കിൽ അത് നിരഞ്ജൻ ഡോക്ടർ ചെയ്തു. അച്ഛാ, ഞാൻ അടുത്ത ദിവസം പോകുന്നുണ്ട്. മരുന്ന് കൃത്യമായിട്ട് എടുത്ത് നൽകിയാലേ ശരിയാവൂ. എന്റെ സുധേട്ടന്റെ ഹൃദയമല്ല അച്ഛാ. അക്കാര്യത്തില് ഉപേക്ഷ വിചാരിക്കാൻ എനിക്ക് പറ്റില്ലല്ലോ. എനിക്ക് മനസ്സിലാവും മോളെ. പക്ഷെ പാർവതിക്ക് പോലും അത് മനസ്സിലാവുന്നില്ല.
അതുകൊണ്ട് മോള് സൂക്ഷിച്ചു വേണം. എനിക്കതറിയാം അച്ഛാ. അച്ഛൻ ജോലിക്ക് പോകുന്നതിന് തീരുമാനിച്ചു അല്ലേ? ആ, പോണം മോളെ, ഇല്ലെങ്കിൽ ശരിയാവത്തില്ല. കുടുംബത്തിന് വേണ്ടി ഒന്നും കൂടെ പൊരുതാനുള്ള ആരോഗ്യം ശരീരത്തിനുണ്ട്. അധ്വാനിക്കാനുള്ള മനസ്സും മടുത്തിട്ടില്ല. അതുകൊണ്ട് അച്ഛനെ കൊണ്ട് പറ്റുന്ന ജോലി ചെയ്യാം. പണത്തിന് പകരം പണം മാത്രമാണ്. വരുമാനമില്ലാത്ത പുരുഷന് കുടുംബത്തിലെ ഏറ്റവും വിലകെട്ട വസ്തു ഗ്രഹനാഥൻ എന്ന അലങ്കാരം മാത്രമാണ്. സത്യത്തിൽ നാഥനല്ല, അനാഥന. അച്ഛാ, ഞാൻ നിത്യനടുത്തൊന്ന് ചെല്ലട്ടെ. ദേവികേടത്തിലെത്തൊന്ന് ബോറടിച്ചു അല്ലേ? നാളെയും പകല് ഞാനിവിടെ കാണില്ല കേട്ടോ. ഞാനേ സിദ്ധുവിനെ കണ്ടായിരുന്നു. വീട്ടിൽ നിന്ന് പിണങ്ങിപ്പോയി ഒറ്റയ്ക്കൊരിടത്ത് താമസിക്കാം. വീട് വിട്ട് ഇറങ്ങിപ്പോയ മുനികുമാരൻ എവിടെയാ താമസം എന്നൊക്കെ ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. അച്ഛനോടും നിത്യമോളോടും അല്ലാതെ ഈ വീട്ടിലെ മറ്റാരോടും ഞാനിത് പറഞ്ഞിട്ടില്ല കേട്ടോ. അയ്യോ, എന്താ ഇത്? എന്താ ചതഞ്ഞത് പോലെ ഉണ്ടല്ലോ. ചെറിയ നീരുണ്ട്. അമ്മേ, 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 എന്താ ദേവിക? അച്ഛാ നോക്കിയേ, ഏറ്റവും മോളുടെ കവിള് ചുവന്ന് തിണർത്ത് കിടക്കുന്നു. കണ്ടില്ലേ? ശരിയാണല്ലോ, ഇതാരോ തല്ലിയത് തന്നെയാ.